ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2037. ഇന്ന് ജൂലൈ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 210-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവുമായി ബന്ധപ്പെട്ട വളരെ അടുപ്പത്തിലായ ചില ആളുകൾ പരസ്പരം ഒന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവൻ ആരാണ്? യേശുവിനെ ഉദ്ദേശിച്ചാണ്. സത്യത്തിൽ ഇയാൾ ആരാണ്? കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുന്നുണ്ട്, അവ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇയാൾ ആരാണ്? മറ്റാരുമല്ല, ഈ ഒരു ചെറിയ കൂട്ടം കർത്താവ് തന്നെ തിരഞ്ഞെടുത്ത പ്രിയപ്പെട്ട 12 സംഘമാണ്. 12 സ്ലീഹന്മാരുടെ സംഘമാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ തിരുവചനമാണ്. അങ്ങനെ അവർ പരസ്പരം ഒന്ന് മിണ്ടാനും ചോദിക്കാനും സാഹചര്യമുണ്ട്. യേശു അവരോട് ചോദിച്ചായിരുന്നു, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് അവർ പരസ്പരം ഇങ്ങനെ പിറുപിറുത്തത്, ഇവൻ സത്യത്തിൽ ആരാണ്? ഇവർ, ഈ സ്ലീഹന്മാരുടെ സംഘം സത്യത്തിൽ ആരോടൊപ്പമാണ്? അതുപോലും അവർക്ക് നിശ്ചയമില്ല. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതും പറയുന്നതും അനുകരിക്കുന്നതും അനുഗമിക്കുന്നതും ഒക്കെ ബോധത്തോടെയാണോ, ജാഗ്രതയോടെയാണോ, അതോ എന്തോ ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ടാണോ, വെറും യാന്ത്രികമായിട്ടാണോ? അകത്തൊരു ജീവനോ ആത്മാവോ ഒന്നുമില്ലാതെ വെറുതെ ഒരു ഒഴുക്കിനൊത്തങ്ങ് പോവുകയാണോ? ഓരോരുത്തരും എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിച്ച് കണ്ടെത്തി അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ട ഒരു വലിയ സത്യമുണ്ട്. എനിക്ക് യേശു ആരാണ്? എൻ്റെ ഈ ചെറിയ ജീവിതത്തിനകത്ത് യേശുവിന് എന്തുമാത്രം പ്രാധാന്യവും സ്ഥാനവുമുണ്ട്? ഇതിൽ മറ്റാർക്കും പുറത്തുനിന്ന് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുകയില്ല. വ്യക്തിപരമായ ഒരു അടുപ്പവും ബന്ധവുമൊക്കെ യേശുവിനോട് രൂപപ്പെടുത്തിയ മതിയാവും. ഒപ്പമുള്ള ശിഷ്യന്മാരുടെ ഒരു വലിയ സംശയമാണ്. പിന്നീട് അവർ ഈ കാര്യത്തിലൊക്കെ നല്ല ഉറപ്പ് കണ്ടെത്തുന്നുണ്ട്. ശരിയാണ്, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. നമ്മളോ ഭൂമി വിട്ട് കടന്നു പോകുവോളം നമ്മൾ ഈ കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഉറപ്പും കണ്ടെത്തുന്നില്ല എങ്കിൽ എന്തൊരു കഷ്ടമാണ്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു ആരാണ്? അതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ആഗ്രഹമുണ്ടാവട്ടെ, പിന്നാലെ പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടാവട്ടെ. ആമേൻ.